ക്രിയേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ക്രൗൺ ഹെയർ ബോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇതുപോലെ മെറ്റലിൻ്റെ ഹെയർ ബോ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഗിയർ വയർ കുറച്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത്യാവശ്യം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ സിൽവർ ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഗിയർ വയറിലോട്ട് ബീഡ്സുകൾ ഓരോന്നായി കോർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ക്രൗൺ ഹെയർ ബോ ചെയ്യുന്നത് കൊണ്ട് ഫസ്റ്റിലെ ലൈന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞതല്ലേ ഉണ്ടാവുക. സെൻറ്ററിലെത്തുമ്പോൾ ഹൈറ്റ് കൂടി വരും, പിന്നെയും കുറഞ്ഞു വരികയല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബീഡ്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാനിവിടെ ഒരു വൈറ്റ് കളർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പിങ്ക് കളറ് ബീഡ്സും, പിന്നെ അങ്ങോട്ട് ഞാൻ 3 ബീഡ്സ് വെച്ചാണ് ഇട്ട് കൊടുക്കണം. 3 പിങ്ക് ബീഡ്സും പിന്നെ 3 വൈറ്റ് ബീഡ്സും. അത് നമ്മുടെ ഹെയർ ബോയിലോട്ട് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ സെൻറ്ററിലോട്ട് വരുംതോറും നമ്മൾ ഗിയർ വയറിൻ്റെ ഹൈറ്റ് ഇങ്ങനെ ഇതുപോലെ കൂട്ടി കൂട്ടി വരിക. പിന്നെ ഒരെണ്ണം നമ്മുടെ ബോൾ അറ്റാച്ച് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഹൈറ്റ് കൂട്ടിയിട്ട് ഇതുപോലെ വീണ്ടും ട്വിസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ആ സെൻറ്ററിലോട്ട് വരുംതോറും ഇതിൻ്റെ സെൻറ്റർ വശത്തായിട്ട് വീണ്ടും ഒരു ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ 2 ബീഡ്സ് വീതം കൊടുത്തത് കേട്ടോ. ഇതുപോലെ കാണുന്നത് പോലെ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തെടുത്താൽ മതി. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കണു. അല്ലെങ്കിൽ വീഡിയോ നല്ല ശ്രദ്ധിച്ച് കണ്ടാൽ മതിയിട്ട്. അതുപോലെ ഒന്ന് നമ്മുടെ ബോല് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ 2 ബീഡ്സ് വെച്ചിട്ട് അതുപോലെ ട്വിസ്റ്റ് എടുക്കുക. അത് ഒന്ന് മുകൾ വശത്തും പിന്നെ ഒന്ന് സെൻറ്ററിലായിട്ട് അതുപോലെ ട്വിസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കാൻ സിമ്പിളാണ്, പക്ഷേ ഞാൻ പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് കേട്ടോ. അത് നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷൻസിനൊക്കെ വേണ്ടി നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടുമോയെന്ന്. ഞാനപ്പോൾ ഞാനിവിടെ ഫുൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിലോ കുടുംബത്തിലൊക്കെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി മോഡൽസും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഹെയർ ബോൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതുപോലെ നമുക്ക് ഓരോ ലൈനും ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. സെൻറ്ററിലോട്ട് വരുംതോറും നമ്മുടെ ഓരോ ലൈൻ്റെയും ഹൈറ്റ് കൂട്ടി വരിക. സെൻറ്ററിലെത്തിയാൽ പിന്നെ വീണ്ടും നമ്മളത് കുറച്ച് വരികയാണ് കേട്ടോ ചെയ്യേണ്ടത്. 2 ഭാഗത്തും സെയിം അളവിലുള്ള ലൈന് കൊടുക്കാനും ശ്രദ്ധിക്കുക. അത് മാത്രമേ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്കൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സെൻട്രൽ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈൻസിൻ്റെ ഹൈറ്റ് കുറച്ച് കൊണ്ടുവരാം. ഇനി നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്കത് നന്നായിട്ടൊന്ന് നമ്മുടെ ഹെയർ ബോർഡിലോട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. ബാക്കി വന്നത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഹെയർ ബോ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ടാണ് കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും ബൈ.